നമസ്കാരം. വളരെ ആധികാരികമായി സർവേ നടത്തുന്ന ഒരു മാധ്യമ ശൃംഖലയാണ് ഇന്ത്യ ടുഡേ. മറ്റെല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തുവിടുമ്പോൾ ഇന്ത്യ ടുഡേയും അതോടൊപ്പം തന്നെ അവരുടെ ഏജൻസിയും ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത ശേഷമാണ് എക്സിറ്റ് പോൾ പുറത്തുവിടാറുള്ളത്. അതിനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിരീക്ഷണം നടത്തി അത് കൃത്യമായി വിലയിരുത്തി പരിശോധിച്ച് ഏറ്റവും ആധികാരികമായി തന്നെ റിപ്പോർട്ട് നൽകുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സാധ്യതകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പോൾ പറയുകയാണ്. മറ്റു മാധ്യമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആധികാരികത തന്നെയാണ് ഇന്ത്യ ടുഡേ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുകയാണ്. സമസ്ത മേഖലകളിലും അമ്മയെ പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. ആരോഗ്യ മേഖലയായിരുന്നാലും വ്യവസായ മേഖലയായിരുന്നാലും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞ ഒരു ഭരണം കേരളം അത് ഈ അടുത്ത കാലത്തൊന്നും തന്നെ കണ്ടിട്ടുമില്ല. കേരളത്തിലെ ഏത് മേഖല എടുത്ത് നോക്കിയാലും സമ്പൂർണ്ണ തകർച്ചയാണ് നമുക്ക് കാണാനാവുന്നത്. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും മുൻപ് UDF ഗവൺമെൻറ് നടപ്പിലാക്കാൻ വെച്ചിരുന്ന നയങ്ങളെയെല്ലാം തന്നെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് അതിൽ വലിയ രീതിയിൽ മുട്ടാത്തർക്ക ന്യായങ്ങളുമായിട്ട് വന്ന കുട്ടി സഖാക്കന്മാരെ പോലും ഇപ്പോൾ കാണാനേ ഇല്ല എന്നുള്ള വലിയ ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. കേരള സർക്കാർ വലിയ രീതിയിൽ അടിസ്ഥാന വർഗത്തോട് കാണിക്കുന്ന ഈ അനീതിയും അത് മാത്രമല്ല സ്വജനപക്ഷപാതം ഇത്രമേൽ ശക്തമാക്കുന്ന രീതിയിൽ ബന്ധുമിത്രാദികളെ എല്ലാം തന്നെ പിൻവാതിൽ നിയമനത്തിലൂടെ കുത്തിക്കയറ്റുന്നതുമായിട്ടുള്ള വാർത്തകൾ അത് കണ്ടും കേട്ടും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ മടുത്തിരിക്കുകയാണ്. ഈ ഒരു ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ 110 സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലേക്ക് വരാൻ കാരണമാകുമെന്നാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 46% വോട്ട് ഷെയർ UDFനെ സംബന്ധിച്ച് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് 50% പോയാൽ പോലും 2026 അത്ഭുതപ്പെടേണ്ടതില്ല. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ ഒരുപക്ഷെ 34ലോ 30ലേക്കോ താഴാനും ഇടയുണ്ട് എന്നും പറയുന്നു. അതോടൊപ്പം BJPയുടെ വോട്ട് ഷെയർ ലോക്സഭയെ അപേക്ഷിച്ച് കൂടുകയല്ല കുറയുന്ന സാഹചര്യമായിരിക്കും ഉള്ളതെന്ന വിലയിരുത്തലുമുണ്ട്. BJPയും അതോടൊപ്പം തന്നെ CPIMും തമ്മിൽ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ജനവിഭാഗം തള്ളിക്കളയാനുള്ള സാധ്യതയാണ് ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നമുക്കറിയാം ഏതാനും ചില സീറ്റുകളിൽ BJPയുമായി CPIMന് രഹസ്യ കൂട്ടുകെട്ടുണ്ട്. അത് മാത്രമല്ല CPIക്ക് 4 ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ തവണ ഈ 2024 മത്സരിക്കാൻ കൊടുത്തതിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും CPIക്ക് പാർട്ടി വോട്ടുകൾ പോലും കിട്ടിയില്ല. അതായത് ഇടതുപക്ഷം ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും മിതമായി കിട്ടേണ്ട ആ ഒരു വോട്ട് ഷെയർ പോലും ഉണ്ട്. അതുപോലും അവർക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല തൃശ്ശൂർ CPI ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വിമർശനം അതിപ്പോൾ അതിശക്തമാണ്. അതായത് CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിഷ്പക്ഷ വോട്ടുകൾ അതായത് ശക്തമായിട്ടുള്ള കേഡർ വോട്ടുകൾ പല മേഖലകളിലും ഇപ്പോൾ ചോർന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ പലതും CPIയിലേക്ക് എത്തിയത് കൊണ്ടാണ് 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിഞ്ഞത് എന്ന വിലയിരുത്തലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോകുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏതായാലും 110 എന്ന ആ ഒരു മാജിക് ഫിഗറിലേക്ക് UDF 2026 എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ലോക്സഭ അസംബ്ലി വൈസ് കണക്കെടുക്കുമ്പോൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നില, ലോക്സഭയിലെ സീറ്റ് വിജയം എന്നിവ അനുസൃതമാക്കി നമ്മൾ കൃത്യമായി നോക്കിയാൽ 111ഓളം അസംബ്ലി സെഗ്മെൻറ്റുകളിൽ UDFന് ലീഡുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ കുത്തനെ CPIMൻ്റെ വോട്ടുകൾ കുറയുന്നു എന്നുള്ളത് ശക്തമായി അതായത് ജില്ലാ കമ്മിറ്റികളിൽ പോലും വളരെ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചതാണ്. കാസർഗോഡും കണ്ണൂരുമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ അതിശക്തമായി തന്നെ പാർട്ടി വോട്ടുകൾ കുറയുകയാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തുമ്പോൾ ഈ സർവേയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുകയാണ്, യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.